സെറ്റഫിലിന് 10-ൽ എത്ര മാർക്ക് കൊടുക്കും? ചാത്തൻ ഇറങ്ങുന്ന ഒരു ബ്രാൻഡ് ഇപ്പോൾ സെറ്റാഫിലാണ്. പോൺസ് പോൺസ് ഒക്കെ ഒരു രണ്ട് പ്രൂവൺ ബ്രാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കോമൺ മാൻ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ യൂസ് ചെയ്ത ആ ബ്രാൻഡ് അവർക്ക് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്കിൻ ടൈപ്പും നമ്മളെ സ്കിൻ ടൈപ്പും ഡിഫറെൻ്റ് ആയിരിക്കാം. ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ ബ്രാൻഡ് ഉപയോഗിച്ചാലാണ് സൺ പ്രൊട്ടക്ഷൻ കിട്ടുക, ഈ ബ്രാൻഡ് ഉപയോഗിച്ചാൽ സൺ പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്നുള്ളതല്ല. സൺസ്ക്രീനിന്റെ കേസിൽ എപ്പോഴെപ്പോഴാന്ന് വെച്ചാൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ആ വ്യക്തിക്ക് ഏതാണ് 10,000 രൂപയുടെ സൺസ്ക്രീൻ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. 250 രൂപയുടെ സൺസ്ക്രീൻ ആയാലും പക്ഷെ ഉപയോഗിക്കണം. പക്ഷെ ഒരു ഡ്രൈ സ്കിൻ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, അതും ട്രയൽ ആൻഡ് എറർ. പക്ഷെ എനിക്ക് എന്റെ മുഖത്തിന്റെ സൗന്ദര്യം കൂട്ടണം, എങ്ങനെ ചെയ്യാൻ പറ്റും? സർജറി ചെയ്യാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഓരോ വ്യക്തികൾക്ക് ഓരോ കംപ്ലൈന്റ്സ് ഉണ്ടാവും എന്നുള്ളത്. വേണമെങ്കിൽ ഒരു ഭംഗി കൂട്ടാൻ വേണമെങ്കിൽ ഞാനൊരു നുണക്കുഴി ഇട്ടുതരാം. ഒരു 60 അല്ലെങ്കിൽ 70 ഉള്ള ഒരു വ്യക്തിക്ക് നേരെ അവരുടെ 40ലേക്ക് പോകണോ? ഒന്നും വേണ്ട, ഒരു ഫേസ് ലിഫ്റ്റ്. മേജർ സർജറി എന്ന് പറയുന്നത് അതിൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. സർജറി ചെയ്തു എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് മനസ്സിലാവില്ല. 20 വർഷം നമ്മൾ ചെറുപ്പം, ഒരു സംശയമില്ല. പുതിയതായിട്ടൊരു സർജറി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് മിനി ലിഫ്റ്റിംഗ്. ഒരു കീ ഹോളിലൂടെ നമ്മൾക്ക് നമ്മളുടെ എവിടെ ഹോൾ ഇടും 40,000 50,000 രൂപ എന്തായാലും. സോ പെർമനന്റ് ഫ്യൂച്ചർ ആയതുകൊണ്ട് ഇതിന്റെ റിസൾട്ട് കുറച്ച് കൂടുതലായിരിക്കും. ഒരിക്കലും ഭംഗി മോശം വരാത്തൊരു പ്രൊസീജിയറാണ് ബക്കൽ ഫാറ്റ്. ആര് ചെയ്താലും ഭംഗി മോശം വരില്ല. ഓക്കെ, ആർക്ക് ചെയ്താലും കീഴ്ഭാഗത്തുള്ള താടിയുടെ കീഴ്ഭാഗത്ത് ഇവർക്ക് ആക്ച്വലി വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. ഞാൻ കുറച്ച് പ്രോഡക്ട്സിന്റെ പേര് പറയാം. ഈ പ്രോഡക്ട്സിന് എത്ര റേറ്റിംഗ് ആണ് കൊടുക്കുന്നത് എന്ന് പറയണം. ഞാൻ അങ്ങനെ ഒരു ബ്രാൻഡ് സ്പെസിഫിക് അല്ല. ചോദിച്ചു നോക്ക്. ഞാൻ അങ്ങനെ, കാരണം എന്നോട് ഒട്ടുമിക്കവരും ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് നല്ലതാണോ അത് നല്ലതാണോ? ഞാൻ എപ്പോഴും അത്രമാത്രം ഒരു ബ്രാൻഡ് സ്പെസിഫിക് അല്ല. എന്നാലും ചോദിച്ചോ സൂര്യ, നോക്കാം. നമ്മളെല്ലാവരും പറയുന്നത് സെറ്റഫിൽ നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. സെറ്റഫിലിന് 10-ൽ എത്ര മാർക്ക് കൊടുക്കും? സെറ്റാഫിൽ ഇസ് എ വെരി ഗുഡ് ബ്രാൻഡ്. പക്ഷെ ഒരുപാട് ചാത്തന്മാർ ഇപ്പം ഇറങ്ങുന്നുണ്ട് സെറ്റാഫിലിൻ്റെ. കാരണം വളരെയധികം ചാത്തൻ ഇറങ്ങുന്ന ഒരു ബ്രാൻഡ് ഇപ്പോൾ സെറ്റാഫിലാണ്. സെറ്റാഫിലിന് നമ്മൾക്ക് ഒരു 10 അല്ല ഒരു 5 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, 5 ഔട്ട് ഓഫ് ആണെങ്കിൽ യു ക്യാൻ ഹാപ്പിലി ഗിവ് 3.5 കൊടുക്കാം. സെറ്റാഫിൽ നല്ലതാണ്. പോൺസ് ഒക്കെ ഒരു 2. പോൺസിന്റെ ക്രീമും ഒക്കെ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. അത്രേ കൊടുക്കണ്ടു. പോൺസ് ഒക്കെ അത്രേ കൊടുക്കണ്ടു, ഒരു 2. ഓക്കെ, ഇപ്പൊ കുറച്ചുകൂടി ഗേൾസ് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഞാൻ കണ്ടത് പിൽഗ്രിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്. പിൽഗ്രിമിന്റെ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അത്ര അറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ബ്രാൻഡ് സ്പെസിഫിക് വ്യക്തിയല്ല. പിന്നെ പ്രൂവൺ ബ്രാൻഡ്സ് ഒരുപാടുണ്ട്. പക്ഷെ പ്രൂവൺ ബ്രാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കോമൺ മാൻ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റേറ്റിംഗിൽ വളരെ നല്ലത് എന്നുള്ളത്. സോ എന്നോട് ആ ഒരു ചോദ്യത്തിന് ഞാൻ എപ്പോഴും ഞാൻ ഒരുപാട് കാലമായി സോഷ്യൽ മീഡിയയിലുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു വീഡിയോയിൽ പോലും ഞാൻ ഇത് യൂസ് ചെയ്തോ, ഇത് നല്ലതാണ്, ഈ ബ്രാൻഡ് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടെന്നില്ല. ഒരു ബ്രാൻഡിന് പോലും ഞാൻ ഒരു ബ്രാൻഡ് സ്പെസിഫിക് ആയിട്ട് ഞാൻ പ്രൊമോന് നിൽക്കാറില്ല. സോ ഞാൻ ഈ ചോദ്യത്തിന് അത്ര ഒരു നല്ല ആളല്ല, സോറി. ഞാൻ ശരിക്കും ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ പരസ്യത്തിൽ ഒരുപാട് സൺസ്ക്രീൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സ് കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ യൂസ് ചെയ്ത ആ ബ്രാൻഡ് അവർക്ക് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ആ വളരെ പോപ്പുലർ ആയുള്ള ഒപ്പീനിയൻ കൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്കിൻ ടൈപ്പും നമ്മളെ സ്കിൻ ടൈപ്പും ഡിഫറെൻ്റ് ആയിരിക്കാം. ശരിക്കും നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ വാങ്ങുന്നതിന് പകരം ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷനിൽ വേണ്ടേ ശരിക്കും ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സൺസ്ക്രീൻ ആയാലും മോയ്സ്ചറൈസർ ആയാലും. സൺസ്ക്രീൻ പറയുന്നത് എപ്പോഴും ഡോക്ടേഴ്സിന്റെ ഇപ്പൊ സൺസ്ക്രീൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും ഗ്ലോബലി യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ പറയുന്ന എല്ലാ വ്യക്തികളും ഒരു ഡോക്ടറെ അടുത്ത് എത്തണമെന്നൊന്നുമില്ല. സോ സൺസ്ക്രീനിന്റെ കേസിൽ എപ്പോഴെപ്പോഴാന്ന് വെച്ചാൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അതായത് സൂര്യ ഇപ്പോൾ ഒരു സൺസ്ക്രീൻ വാങ്ങിക്കുന്നത്, അത് 250 ആയിക്കോട്ടെ 1000 രൂപയുടെ ആയിക്കോട്ടെ, സൂര്യക്ക് ചില സമയം 1000 രൂപയുടെ സൺസ്ക്രീൻ പറ്റണം എന്നില്ല എന്ന് പറഞ്ഞാൽ മുഖത്തിടുമ്പോൾ വളരെയധികം കറുപ്പടിക്കുന്നു, വളരെയധികം ഓയിലി ആവുന്നു, ഒലിച്ചിറങ്ങുന്നു, കാണുമ്പോൾ ഭയങ്കര ഡാർക്ക് അടിക്കുന്നു ഒക്കെയാണ് നോം. പക്ഷേ 250 രൂപയുടെ സൺസ്ക്രീൻ ചില സമയം സൂര്യക്ക് നല്ല രീതിയിൽ പറ്റുന്നുണ്ടാവും. സോ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ ബ്രാൻഡ് ഉപയോഗിച്ചാലാണ് സൺ പ്രൊട്ടക്ഷൻ കിട്ടുക, ഈ ബ്രാൻഡ് ഉപയോഗിച്ചാൽ സൺ പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്നുള്ളതല്ല. ട്രയൽ ആൻഡ് എറർ. ആ വ്യക്തിക്ക് ഏതാണ് 10,000 രൂപയുടെ സൺസ്ക്രീൻ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. 250 രൂപയുടെ സൺസ്ക്രീൻ ആയാലും പക്ഷെ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഓയിൽ സ്കിൻ, ഭയങ്കരമായിട്ട് ഓയിലി സ്കിന്നുള്ള ഒരു വ്യക്തി നിർബന്ധമായിട്ട് മോയ്സ്ചറൈസർ പെട്ടെന്ന് ഇടണമെന്നില്ല. കാരണം ശരീരം തന്നെ ഓയിൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു മോയ്സ്ചറൈസറിന്റെ ആവശ്യമില്ല. പക്ഷെ ഒരു ഡ്രൈ സ്കിന്നുള്ള ഒരു വ്യക്തിക്ക് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, അതും ട്രയൽ ആൻഡ് എറർ. ആ വ്യക്തിക്ക് ഏതാണ്
10,000 രൂപയുടെ സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. 250 രൂപയുടെ സൺസ്ക്രീൻ ആയാലും പക്ഷെ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. യൂസ് ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ എനിക്ക് എൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടണം. എങ്ങനെ ചെയ്യാൻ പറ്റുക? സർജറി ചെയ്യാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. സൂര്യയുടെ കേസിലാണെങ്കിൽ സൂര്യയുടെ കേസ് ഞാൻ പറയാം. സൂര്യക്ക് ഇപ്പം സർജറി ഒന്നും വേണ്ട. പക്ഷെ സൂര്യ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ സൂര്യ ഭയങ്കരമായിട്ട് സ്റ്റൈൽ വയ്ക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൂര്യയുടെ മുഖം നല്ല റൗണ്ട് ഫേസ് ആണ്, സൂര്യയുടെ മൂക്ക് നല്ല ഹൈലൈറ്റഡ് മൂക്കാണ്. അപ്പം നമ്മൾ ഓരോ വ്യക്തികളുടെ ആണ്. എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമാ നടിയുടെ പോലെ വേണം എന്നുള്ളതല്ല, കസ്റ്റമൈസ്ഡ് ആണ്. ഓരോ വ്യക്തികൾക്ക് ഓരോ കംപ്ലയിൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ സൂര്യയുടെ മുഖം എടുത്തു കഴിഞ്ഞാൽ സൂര്യക്ക് ഒന്നും ആവശ്യമില്ല. സത്യത്തിൽ ആക്ച്വലി ഒരു ഗോഡ് ഗിഫ്റ്റഡ് ഭംഗിയുണ്ട്. പക്ഷേ ഓരോരോ വ്യക്തികൾക്ക് ഉണ്ടാവും. അപ്പം ചിലവർ വന്നിട്ട് നമ്മളോട് പറയും, ഡോക്ടറെ നോക്ക്, എൻ്റെ മുഖം നോക്കിയിട്ട് പറ എന്താ സർജറി വേണ്ടത്. ഒരിക്കലും നമ്മൾ അതിന് ഉത്തരം പറയാറില്ല. ആ വ്യക്തികൾക്ക് ഒരു കൺസേൺ ഉണ്ടാവും. ആ കൺസേണിനുള്ള ഒരു സർജറി നമുക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ സൂര്യയുടെ കേസിൽ ഒന്നും വേണ്ട. വേണമെങ്കിൽ ഒരു ഭംഗി കൂട്ടാൻ വേണമെങ്കിൽ ഞാനൊരു നുണക്കുഴി ഇട്ടുതരാം. നമ്മുടെ ഈ ഫേസ് ലിഫ്റ്റ് സർജറീസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു 60 അല്ലെങ്കിൽ 70 ഉള്ള ഒരു വ്യക്തിക്ക് നേരെ അവരുടെ 40ലേക്ക് പോകണോ ഒന്നും വേണ്ട, ഒരു ഫേസ് ലിഫ്റ്റിംഗ് സർജറി ചെയ്താൽ മതി. പക്ഷേ ഫേസ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് മേജർ സർജറിയാണ്. അതായത് മേജർ സർജറി എന്ന് പറയുന്നത് അതിൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. പക്ഷേ കുറച്ചും കൂടി അത് ജനറൽ അനസ്തേഷ്യയിലാണ് കൂടുതലും ചെയ്യുക. ലോക്കൽ അനസ്തേഷ്യയിലും ഞാൻ ഫേസ് ലിഫ്റ്റിംഗ് ചെയ്യാറുണ്ട്. പക്ഷെ പ്രിഫറബിളി എപ്പോഴും നല്ലത് ജനറൽ അനസ്തേഷ്യയിലാണ്. നമ്മൾ ഒരു കലയില്ലാത്തൊരു മാർക്കിംഗ് ആണ്. അത് സർജറി ചെയ്തു എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് മനസ്സിലാവില്ല. അതാണ് ആ സർജറിയുടെ ഏറ്റവും പ്രത്യേകത. ആ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് മൊത്തത്തിൽ നമുക്ക് ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ ഒരു 20 വർഷം നമ്മൾ ചെറുപ്പാവും, ഒരു സംശയമില്ലാതെ. പക്ഷെ എല്ലാവരും സർജറിക്ക് പ്രിഫറബിൾ റെഡി അല്ല. അങ്ങനെയുള്ളവർക്ക് ഒരു പുതിയതായിട്ടൊരു സർജറി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് മിനി ലിഫ്റ്റിംഗ്. സർജറി എന്ന് പറയാനാവില്ല, ഒരു കീ ഹോളിലൂടെ നമ്മൾക്ക് നമ്മളുടെ എവിടെ ഹോൾ ഇടുന്നല്ല, നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചെറിയൊരു ചെറിയ പിൻ പ്രിക്ക്, അത് സൂചി പോകുന്ന ഒരു ദ്വാരം ഇടും. അത് എവിടെയാണ് ഇടേണ്ടത് എവിടെയാണോ നമ്മൾ അവിടെ ഇടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെയാണ് ഇടണമെങ്കിൽ നമ്മൾ അവിടെ ഇടും. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്യൂച്ചറിങ് ടെക്നിക്കാണ്, അതായത് ഒരു സർജിക്കൽ ടെക്നിക്കാണ്. പക്ഷെ വെളിയിലൊന്നും കാണാനുണ്ടാവില്ല. നമ്മൾ ഉള്ളിലേക്കൂടെയൊക്കെ സഞ്ചരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മുഖത്തിനെ നമ്മൾ ഫുള്ളായിട്ട് ടൈറ്റൻ ചെയ്തിട്ട് നമ്മുടെ മുഖത്തിനെ വലിക്കുന്നു. സോ ദർ ഈസ് സംതിങ് കോൾഡ് ആസ് ത്രെഡ് ലിഫ്റ്റ്. മുമ്പ് കാലങ്ങളിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു ത്രെഡ് ലിഫ്റ്റ്. സോ ത്രെഡ് ലിഫ്റ്റിംഗ് ആണ് ഇപ്പോഴും ട്രെൻഡിങ് തന്നെയാണ്. പക്ഷേ ത്രെഡ് ലിഫ്റ്റിന്റെ റിസൾട്ട് എന്ന് വെച്ചാൽ വളരെ ടെമ്പററി ആണ്. അതായത് ഒരു വർഷം വരെ, 8 മാസം മുതൽ 1 വർഷം വരെയാണ് മാക്സിമം കിട്ടുക. കാരണം അത് അലിഞ്ഞു പോകുന്ന സ്യൂച്ചേഴ്സ് ആണ്. പക്ഷെ നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള സ്യൂച്ചേഴ്സ്, നമ്മൾ ഫേസ് ലിഫ്റ്റിംഗിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ തുറന്നിട്ട് നമ്മൾ പെർമനന്റ് സ്യൂച്ചേഴ്സ് ഇട്ടിട്ടാണ് അതിനെ ടൈറ്റ് ആയിട്ട് വെക്കുന്നത്. അതേ പെർമനന്റ് സ്യൂച്ചേഴ്സ് നമ്മൾക്കൊരു കീ ഹോളിലൂടെ എൻഡോസ്കോപ്പിക്കലി നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മുഖത്തിന് ടൈറ്റൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സർജറി ഇല്ലാതെ നമുക്ക് ഒരു അത്യാവശ്യം ഒരു ടൈറ്റ്നെസ് വേണം, അത്യാവശ്യമാണ്, വളരെ കൂടുതലൊന്നുമല്ല, അത്യാവശ്യം ഒരു ടൈറ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മിനി ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഈ മിനി ലിഫ്റ്റിന് അപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്ര കോസ്റ്റ് ആവും? മിനി ലിഫ്റ്റിന് എങ്ങനെ പോയാലും ഒരു 40,000 50,000 രൂപ എന്തായാലും കോസ്റ്റ് വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം അത് ലാസ്റ്റ് ചെയ്യും? മിനി ലിഫ്റ്റിംഗ് ഒക്കെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ്. എത്ര വർഷം എന്ന് ഇപ്പോൾ പറയാനാവില്ല. കാരണം അതൊരു ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ടെക്നിക്കാണ്, ഒരു സർജിക്കൽ ടെക്നിക്കാണ്. ഇപ്പം കേരള ഞാൻ വളരെയധികം റിസർച്ച് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു നീഡിലൊക്കെയാണ്. ഒരു പാറ്റന്റിനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു ടെക്നിക്ക് ഞാൻ ഡെവലപ്പ് ചെയ്താണ്. ഒരുപാട് ചൈനീസ് സർജൻസ് ഇത് ചെയ്യുന്നുണ്ട്, ചില സ്പെസിഫിക് സർജൻസ് ഇതാ ചെയ്യുന്നത്. ഇന്ത്യയിൽ അത്ര പോപ്പുലറൈസ്ഡ് അല്ല ഈ മിനി ലിഫ്റ്റിംഗ്. സോ പെർമനന്റ് ഫ്യൂച്ചർ ആയതുകൊണ്ട് ഇതിന്റെ റിസൾട്ട് കുറച്ച് കൂടുതലായിരിക്കും. അത് എത്ര വർഷം എന്നല്ല, ജീവിതാവസാനം വരെ ഒന്നല്ല, ചിലപ്പോൾ 5 വർഷം നിൽക്കാം, ചിലപ്പോൾ 10 വർഷം നിൽക്കാം, ചിലപ്പോൾ 3 വർഷം നിൽക്കുമായിരിക്കും. പക്ഷെ എന്തുകൊണ്ട് ത്രെഡ് ലിഫ്റ്റിംഗും കാട്ടിയും കൂടുതലായിരിക്കും. ഞാനിപ്പോൾ മിക്കവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, തടി കുറക്കാൻ ഇനി ജിമ്മിലൊന്നും പോയി കഷ്ടപ്പെടേണ്ട, കുറച്ച് ഫാറ്റ് അങ്ങ് റിമൂവ് ചെയ്താൽ മതിയല്ലോ, ലൈപ്പോസെക്ഷൻ ചെയ്താൽ മതിയല്ലോ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ലൈപ്പോസെക്ഷൻ എത്രത്തോളം എഫക്റ്റീവാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ? ഇപ്പം എൻ്റെ മുഖത്തൊക്കെ എനിക്ക് ലൈപ്പോസെക്ഷൻ ചെയ്തിട്ട് ഫാറ്റ് റിമൂവ് ചെയ്യാൻ പറ്റുമോ? ലൈപ്പോസെക്ഷൻ മുഖത്തിൽ കേസ് എടുക്കുകയാണെങ്കിൽ മുഖത്തിൽ മെയിനായിട്ട് സ്റ്റബേൺ ഫാറ്റ്, അതായത് എത്ര ശ്രമിച്ചാലും മാറാത്തൊരു ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഈ കഴുത്തിൻ്റെ കീഴ്ഭാഗത്താണ്, ഈ ജോ ലൈൻ്റെ കീഴ്ഭാഗത്താണ്. ഇവിടെയൊന്നും നമ്മൾ ഫാറ്റ് എടുത്ത് കളയാൻ പറ്റില്ല. ഇവിടുന്ന് എടുക്കുന്ന ഫാറ്റ് എന്ന് പറഞ്ഞാൽ ബക്കൽ ഫാറ്റാണ്. അത് ഒരു ക്യാപ്സ്യൂൾ പോലെയാണ്. അതായത് ഈ മുഖം മൊത്തം ഫാറ്റ് ഒന്നല്ല. അപ്പോൾ ഒരു ക്യാപ്സ്യൂൾ പോലെ ഇവിടെ ഉണ്ടാവുന്നു. ആ ക്യാപ്സ്യൂളിന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖം ഒന്ന് ഒതുങ്ങും, നല്ല ഭംഗി വയ്ക്കും, വളരെ നല്ല റിസൾട്ട് ആയിരിക്കും. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഒരിക്കലും ഭംഗിമോശം വരാത്തൊരു പ്രൊസീജിയറാണ് ബക്കൽ ഫാറ്റ്. ആര് ചെയ്ത് കഴിഞ്ഞാലും ഭംഗിമോശം വരില്ല. ഓക്കെ, ആർക്ക് ചെയ്താലും. പിന്നെ ഉള്ളതാണ് ഈ കീഴ്ഭാഗത്തുള്ള താടിയുടെ കീഴ്ഭാഗത്തുള്ളത്. ഈ താടിയുടെ കീഴ്ഭാഗത്തുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് നമ്മൾ എങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും തടി പോവില്ല, ചിലർക്ക് അവിടെ ഭയങ്കര വണ്ണായിരിക്കും. ഇവർക്ക് ആക്ച്വലി വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ലൈപ്പോസെക്ഷൻ, നെക്ക് ലൈപ്പോസെക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു നിക്ക് ഇടുന്നു. ഈ നിക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള എല്ലാ കൊഴുപ്പിനെയും എടുത്തു കളയുന്നു. അതായത് അവിടെയുള്ള കൊഴുപ്പിനെ, ആ കൊഴുപ്പിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രഷർ ബാൻഡേജ് ഒക്കെ ഇടണം. അത്യാവശ്യം നല്ല രീതിയിലുള്ള എന്ത് ചെയ്യും, മുഖത്തിനൊരു ഷേപ്പ് വരും, ഒരു ഡെഫിനിഷൻ വരും. ഫാറ്റ് എത്രത്തോളം ഉണ്ട് ആ ഫാറ്റ് പോയി കഴിഞ്ഞു. പക്ഷെ ആ ഫാറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. വൺ, ചിലവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ത്രെഡ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് ആവശ്യപ്പെടുന്നു. ചിലവർക്ക് ഹൈഫു നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു. അതായത് അതിനുശേഷം ഒന്ന് ടൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഹൈഫ് യൂസ് ചെയ്താൽ കുറച്ചും കൂടി കൂടുതൽ ബെറ്റർ റിസൾട്ട് ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പം സംസാരിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ആൺപിള്ളേരുടെ ശരീര സൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു കാര്യത്തിലാണ് ഡോക്ടർ സംസാരിച്ചത്. ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ച് കുറേ തെറ്റായ ധാരണകൾ നമുക്കിടയിലുണ്ട്. ഗ്ലൂട്ടാത്തയോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കിഡ്നിക്ക് പണി കിട്ടുമോ, ലിവറിന് പണി കിട്ടുമോ എന്നുള്ള കുറേ തെറ്റായ ധാരണകൾ നമ്മളുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സൂര്യ. ഇനി വീണ്ടും നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണാം. ശരി.